ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമ പഠനത്തിന് താല്പര്യം കാണിച്ച ഏവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 60 ശ്ലോകങ്ങൾ വരെ കണ്ടുകഴിഞ്ഞു. ഇനി 61-ാമത്തെ ശ്ലോകം മുതൽ ഒന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവേ നമഃ. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി. പഞ്ചപ്രേതാസനാസീന അതായത് 5 പ്രേതങ്ങളെ കൊണ്ടുണ്ടാക്കിയ മഞ്ചത്തിലിരിക്കുന്ന ദേവി. ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ 22-ാമത്തെ ശ്ലോകത്തിലാണ് ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 പേർ 4 കാലുകളായും സദാശിവന പലകയായും അതായത് ഇരിപ്പിടമായുമുള്ള മഞ്ചത്തിലാണ് ദേവി ഇരിക്കുന്നത് എന്ന് കണ്ടു. ഈ ദേവന്മാരുടെ ഈ 5 ദേവന്മാരുടെയും സത്തായിട്ടിരിക്കുന്നത് ദേവിയാണ്. ദേവി ഈ ദേവന്മാരോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ, ദേവിയുടെ ശക്തി ഇവരോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രേത സമാനമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പ്രേതങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. പഞ്ചബ്രഹ്മസ്വരൂപിണി അതായത് പഞ്ചബ്രഹ്മങ്ങൾ സ്വരൂപമായിരിക്കുന്ന ദേവി. മേൽപ്പറഞ്ഞ 5 ദേവന്മാരാണ് പഞ്ചബ്രഹ്മങ്ങൾ, അത് സ്വരൂപമായിരിക്കുന്ന ദേവി. അടുത്തത് ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി. ചിന്മയി അതായത് ചിത്ത് എന്നാൽ ബോധം, ശുദ്ധബോധസ്വരൂപിണിയായ ദേവി. അതാണ് ചിത്ത്. ബോധമാകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ദേവി ജനിച്ചതെന്ന് ആദ്യം നമ്മൾ കണ്ടു. അതാണ് ചിന്മയി. പരമാനന്ദ ആനന്ദസ്വരൂപിണിയാണ് ദേവി. അപ്പോൾ സത്ത, ചിത്ത, ആനന്ദം. വിജ്ഞാന ഘനരൂപിണി പരമമായ വിജ്ഞാനസാരം രൂപം കൊണ്ട ദേവി. ഇവിടെ വിജ്ഞാന ഘനം എന്നതുകൊണ്ട് ചൈതന്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ദേവി ചൈതന്യ സ്വരൂപിണിയാണ്. അടുത്തത് ധ്യാനധ്യാതൃധേയരൂപ ധർമാധർമ്മ വിവർജിത. ധ്യാനധ്യാതൃധേയരൂപ. ധ്യാനം അതൊരു സാധനയാണ്, നമുക്കറിയാം ധ്യാനം. ധ്യാതൃ എന്താണ്? ധ്യാനിക്കുന്ന ആൾ. നമ്മൾ ധ്യാനിക്കുന്നു എങ്കിൽ നമ്മളാണ് ധ്യാതൃ. ധ്യേയം എന്ന് വെച്ചാൽ ധ്യാനിക്കപ്പെടുന്ന വസ്തു. ആരെയാണോ ധ്യാനിക്കുന്നത്. അപ്പോൾ ധ്യാനം, ധ്യാനിക്കുന്ന ആൾ, ധ്യാനിക്കപ്പെടുന്ന വസ്തു, ഇത് 3മായ ദേവി. അതാണ് ധ്യാനധ്യാതൃധേയരൂപ. ധർമാധർമ്മ വിവർജിത. ധർമ്മ അധർമ്മ വിവർജിത അതായത് ധർമാധർമ്മങ്ങൾക്ക് അതീതയായ ദേവി. ദേവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് ഇല്ല. ധർമ്മമെന്നോ അധർമ്മമെന്നോ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് ധർമാധർമ്മ വിവർജിത. അടുത്തത് വിശ്വരൂപ ജാഗരിണി സ്വപന്തി തൈജസാത്മിക. വിശ്വരൂപ അതായത് വിശ്വത്തെ തന്നെ സ്വരൂപിണിയാക്കിയ ദേവി, പ്രപഞ്ചസ്വരൂപിണിയായ ദേവി. ഇക്കാണുന്ന പ്രപഞ്ചം ഈശ്വര സ്വരൂപമാണ്. വിരാട് പുരുഷൻ്റെ വിവിധാംഗങ്ങളാണ് പ്രപഞ്ചത്തിലെ വിഭിന്ന ലോകങ്ങളും സൃഷ്ടിജാലങ്ങളും എന്ന് പുരുഷ സൂക്തത്തിൽ പറയപ്പെടുന്നു. അതാണ് വിശ്വരൂപ. ജാഗരിണി. ജാഗരിണി എന്ന് വെച്ചാൽ ഇനി ജീവൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, പിന്നെ തന്ത്രപ്രകാരം തുരീയം, തുര്യാതീതം എന്നും ഉണ്ട്. ആദ്യം നമുക്ക് ജാഗ്രത അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ജാഗരിണി അതാ ജാഗ്രത അവസ്ഥയായിരിക്കുന്ന ദേവി. ജാഗ്രത അവസ്ഥയിൽ ജീവൻ്റെ പേര്, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ ജീവൻ്റെ പേര് വിശ്വൻ എന്നാണ്. ഈ ജീവൻ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജാഗരണി സ്വപന്തി. സ്വപന്തി എന്ന് വെച്ചാൽ ആ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന ദേവി. അതാണ് സ്വപന്തി. ജാഗ്രത, ജാഗരണി, സ്വപന്തി എന്ന് വെച്ചാൽ സ്വപ്നാവസ്ഥയിരിക്കുന്ന ദേവി. സ്വപന്തി തൈജസാത്മിക. ഈ സ്വപ്നാവസ്ഥയിലിരിക്കുമ്പോൾ ആ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന ദേവിയുടെ ആ ജീവൻ്റെ പേരാണ് തൈജസൻ. അതാണ് തൈജസാത്മിക. ആ സമയത്തെ ജീവൻ, ആ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന ആ ജീവൻ സൂക്ഷ്മ ശരീരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്
സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത. സുപ്ത അതായത് ഗാഠനിദ്ര എന്ന അവസ്ഥയിലിരിക്കുന്ന ദേവി, അതായത് ഗാഠനിദ്ര അല്ലെങ്കിൽ സുഷുപ്തി, ആ സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന ദേവി അതാണ് സുപ്ത. പ്രാജ്ഞാത്മിക, ഈ സുഷുപ്ത്യാവസ്ഥയിൽ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ജീവനെ പറയുന്നത് പ്രാജ്ഞൻ എന്നാണ്. സുഷുപ്ത്യാവസ്ഥയിൽ ഇരിക്കുന്ന ജീവൻ്റെ പേരാണ് പ്രാജ്ഞൻ, അതാണ് പ്രാജ്ഞാത്മിക. അടുത്തത് തുര്യ. നമ്മൾ പറഞ്ഞു ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അടുത്തത് തുര്യ, ആ തുര്യാവസ്ഥയെ പ്രാപിച്ച ദേവി. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായ ഒരു ആനന്ദ അവസ്ഥയാണ് തുരീയം എന്ന് പറയുന്നത്. സമാധി യോഗത്താൽ അനുഭവപ്പെടുന്നതാണ് തുരീയം. തുര്യ സർവാവസ്ഥ വിവർജിത, എല്ലാ അവസ്ഥകളെയും പിന്നിട്ട ദേവി, അതായത് ആനന്ദസ്വരൂപമായ തുര്യത്തിനും അപ്പുറത്ത് തുര്യാതീതം എന്ന് പറയുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ ജ്ഞാനസ്വരൂപനായിത്തീരുന്നു എന്ന് പറയുന്നു. ആ ജീവൻ, ആ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തി ശിവന് തുല്യനാകുന്നു, ജ്ഞാനസ്വരൂപനാകുന്നു, ജീവൻ മുക്താവസ്ഥയിലാകുന്നു എന്നൊക്കെയാണ് ഈ അവസ്ഥയിലെത്തിയാൽ പറയുന്നത്. അതാണ് സർവാവസ്ഥ വിവർജിത. അടുത്തത് സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി. സൃഷ്ടികർത്തൃ അതായത് ജഗത് സൃഷ്ടി നടത്തുന്ന ദേവി. ഇനി സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജീവന്മാരുടെ 5 അവസ്ഥകളെ നമ്മൾ കണ്ടു. ഇനിയും സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച് പറയാം. അതായത് മായാധീശനായ പരമേശ്വരൻ്റെ 5 കർമ്മവിഭാഗങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അത് സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ, അതായത് ബ്രഹ്മാവിൻ്റെ രൂപത്തിലുള്ള ദേവി. സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിന് ശക്തി കൊടുക്കുന്നത് ദേവി ആണെന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മരൂപ. ഗോത്രീ, ഗോത്രീ എന്ന് വെച്ചാൽ ലോകരക്ഷ ചെയ്യുന്ന ദേവി ഗോത്രീ. ഗോവിന്ദരൂപിണി, അതായത് പരിപാലനത്തിന് വിഷ്ണുവിന് ശക്തി നൽകുന്നത് ദേവിയാണ്. അതാണ് ഗോവിന്ദൻ, ഗോവിന്ദരൂപിണി. സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി. സൃഷ്ടിയായി സ്ഥിതിയായി ഇനി സംഹാരം ജഗത്തിനെ സംഹരിക്കുന്നത് രുദ്രനാണ്. ആ രുദ്രന് ശക്തി കൊടുക്കുന്ന, ആ സംഹരിക്കുന്ന ദേവി അതാണ് സംഹാരിണി. രുദ്രരൂപ തിരോധാനകരീശ്വരി. രുദ്രരൂപ, ആ സംഹരിക്കുന്ന രുദ്രന് ശക്തി കൊടുക്കുന്ന ദേവി അതാണ് രുദ്രരൂപ. തിരോധാനകരീശ്വരി. അടുത്തത് സൃഷ്ടി സ്ഥിതി സംഹാരം. ഇനിയുള്ളത് തിരോധാനം. ആ തിരോധാനം ഉണ്ടാക്കുന്ന ദേവി. തിരോധാനം എന്ന് വെച്ചാൽ പ്രപഞ്ച വസ്തുക്കളെ പരമാണുവാക്കി പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു. അതിനെയാണ് തിരോധാനം എന്ന് പറയുന്നത്. ആ തിരോധാനത്തിന് ശക്തിയായ ദേവി, ആ തിരോധാനത്തിൻ്റെ ഈശ്വരിയെ ഈശ്വരി എന്നാണ് പറയുന്നത്. അതാണ് തിരോധാനകരീശ്വരി, ഈശ്വരിയായ ദേവി. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി. അടുത്തത് സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. സദാശിവരൂപിണിയായ ദേവി. അതായത് അവസാനത്തേത് അനുഗ്രഹം. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം. സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ്, സ്ഥിതി നടത്തുന്നത് വിഷ്ണു, സംഹാരം രുദ്രൻ, തിരോധാനം നമ്മൾ കണ്ടു ഈശ്വരൻ. ഇനി അനുഗ്രഹിക്കുന്നത് ആരാണ്? അനുഗ്രഹം എന്ന അവസ്ഥ ആരാണ്? സദാശിവൻ. അതാണ് സദാശിവരൂപിണിയായ ദേവി. അത് അനുഗ്രഹ ശക്തിയുടെ ദേവതയാണ് സദാശിവൻ. അനുഗ്രഹം എന്ന് വെച്ചാൽ പ്രളയത്തിൽ തിരോഭവിച്ച പ്രപഞ്ചത്തെ വീണ്ടും സൃഷ്ടിയുടെ ആരംഭത്തിൽ കൊണ്ടുവരുന്നു. അതാണ് സദാശിവൻ ചെയ്യുന്നത്. അതിനാണ് അനുഗ്രഹദായേ. സദാശിവ അനുഗ്രഹദായേ എന്ന് പറയുന്ന അനുഗ്രഹം നൽകുന്ന ദേവി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പഞ്ചകൃത്യപരായണ, പഞ്ചകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന ദേവി. എന്താണ് പഞ്ചകൃത്യങ്ങൾ? നമ്മൾ ഇപ്പോൾ കണ്ട ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം, ഈ 5 കൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെ അനുഷ്ഠിക്കുന്ന ദേവിയാണ് പഞ്ചകൃത്യ
സത്യപരായണ. അടുത്തത് ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി. ഭാനുമണ്ഡല മധ്യസ്ഥ, ഭാനുമണ്ഡലം അതായത് സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. മനുഷ്യ ശരീരത്തിലെ ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രത്തിനും ഭാനുമണ്ഡലം എന്ന് പറയുന്നു. അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും ഒരർത്ഥം പറയാം. അത് ഭാനുമണ്ഡല മധ്യസ്ഥ. ഭൈരവി, ആരാണ് ഭൈരവി? ഭൈരവൻ അതായത് പരമശിവൻ്റെ പത്നിയായ ദേവി, അതാണ് ഭൈരവി എന്ന് പറയുന്നത്. ഭഗമാലിനി, ഭഗം എന്നാൽ ഐശ്വര്യം എന്നർത്ഥം. 6 ഗുണങ്ങൾ, 6 ഗുണങ്ങളും ഒരു മാലയായി അണിഞ്ഞിരിക്കുന്ന ദേവി, അതാണ് ഭഗമാലിനി. ഭഗം എന്നാൽ ഐശ്വര്യം, ഐശ്വര്യമാകുന്ന മാലയണിഞ്ഞ ദേവി. 6 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭഗം ഐശ്വര്യം, വീര്യം, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, യശസ് എന്നിവയാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം തികഞ്ഞതാണ് ദേവി എന്നർത്ഥം. അതാണ് ഭഗമാലിനി. അടുത്തത് പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. പത്മാസന താമരപ്പൂവിലിരിക്കുന്ന ദേവി, പത്മാസന. ഭഗവതി, ഭഗവതി ഈ മേൽപ്പറഞ്ഞ ഈ ഭഗം, ഈ 6 ഗുണങ്ങളുമുള്ള ആ ദേവിയാണ് ഭഗവതി എന്ന് പറയുന്നത്. പത്മനാഭ സഹോദരി, പത്മനാഭൻ മഹാവിഷ്ണുവിൻ്റെ സഹോദരിയായ ദേവി. ശ്രീകൃഷ്ണാവതാരത്തിൽ നമ്മൾ യോഗമായയുടെ കാര്യം നമുക്കറിയാം. അതാണ് വിഷ്ണുവിൻ്റെ സഹോദരി എന്നിവിടെ പറയുന്നത്, പത്മനാഭ സഹോദരി. ഇനി ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. ഒന്നുകൂടി പറയാം. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, അതായത് കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ലോകപരമ്പരകൾ ഉണ്ടാവുകയും ലയിക്കുകയും ചെയ്യുന്ന ദേവി, അതാണ് ഉന്മേഷ നിമിഷ ഉത്പന്ന വിപന്ന ഭുവനാവലി. ദേവിയുടെ കണ്ണു തുറക്കുമ്പോൾ ലോകപരമ്പരകൾ ഉണ്ടാവും, അടയ്ക്കുമ്പോൾ അത് ലയിക്കും. അങ്ങനെയുള്ള ദേവി, അതാണ് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. സഹസ്രശീർഷവദന, സഹസ്രം 1000 ശിരസ്സുകളും, സഹസ്രശീർഷ വദന 1000 ശിരസ്സുകളും മുഖങ്ങളുമുള്ള ദേവി. ഇവിടെ 1000 സഹസ്രം എന്നുദ്ദേശിക്കുന്നത് അസംഖ്യം എന്ന, അനേകം എന്നുള്ളതിനെക്കുറിച്ചാണ് സഹസ്രം എന്ന് പറയുന്നത്. 1000 ശിരസ്സുകളും മുഖങ്ങളുമുള്ള ദേവി. അടുത്തത് സഹസ്രാക്ഷി, 1000 കണ്ണുകളുള്ള ദേവി, അതാണ് സഹസ്രാക്ഷി. സഹസ്രപാദ്, 1000 കാലുകളുള്ള ദേവി, അതാണ് സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദ്. അടുത്തത് ആബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിദായിനി. ആബ്രഹ്മ കീടജനനി, ആ ബ്രഹ്മം എന്നാൽ ബ്രഹ്മാവ് മുതൽ കീടജനനി, കീടം വരെ, പുഴു വരെ ഉള്ള എല്ലാവർക്കും അമ്മയായ ദേവി, അതാണ് ആ ബ്രഹ്മ കീടജനനി. വർണ്ണാശ്രമ വിധായിനി, വർണ്ണ ആശ്രമ, വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്ന ദേവി, അതാണ് വർണ്ണാശ്രമ വിധായിനി. എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾ മനുഷ്യരുടെ ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് താൻ തന്നെയാണ് അത് സൃഷ്ടിച്ചതെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. പിന്നെ ആശ്രമങ്ങൾ എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇവയാണ് 4 ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ വ്യവസ്ഥപ്പെടുത്തിയ ദേവി, അതാണ് വർണ്ണാശ്രമ വിധായിനി. അടുത്തത് നിജാജ്ഞാരൂപ നിഗമ പുണ്യാപുണ്യ ഫലപ്രദ. നിജാജ്ഞാരൂപ നിഗമ, നിഗമം എന്നാൽ വേദം, ശാസ്ത്രം എന്നൊക്കെ പറയുന്നു. ആരുടെ ആജ്ഞയാണോ വേദങ്ങൾ, ആ ദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ദേവിയുടെ ആജ്ഞകളാണ് വേദങ്ങൾ എന്നർത്ഥം. അതാണ് നിജാജ്ഞാരൂപ നിഗമ. അടുത്തത് പുണ്യാപുണ്യ ഫലപ്രദ. പുണ്യാപുണ്യ ഫലപ്രദ, അതായത് പുണ്യത്തിനും അപുണ്യത്തിനും, അതായത് പാപത്തിനും അതാതിൻ്റെ ഫലം നൽകുന്ന ദേവി. പുണ്യത്തിന് പുണ്യത്തിൻ്റേതായിട്ടുള്ള ഫലം, പാപത്തിന് പാപത്തിൻ്റേതായിട്ടുള്ള ഫലം, അത് നൽകുന്ന ദേവി, അതാണ് പുണ്യാപുണ്യ ഫലപ്രദ. അടുത്തത് ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക.
ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക. ഇവിടെ ശ്രുതി എന്നാൽ വേദങ്ങളാകുന്ന ദേവതമാർ. ഇത് വേദങ്ങളാകുന്ന ദേവതമാർ ശിരസിൽ സിന്ദൂരമായി ധരിച്ചിരിക്കുന്നത് പരാശക്തിയായ ജഗദംബികയുടെ കാൽത്താമരയിലെ പൊടികളാണ് എന്നാണ് പറയുന്നത്. അതാണ് ഏതൊരു ദേവിയുടെ കാൽത്താമരയിലെ പൊടി വേദങ്ങളാകുന്ന ദേവതമാർ ശിരസിൽ സിന്ദൂരമായി ധരിച്ചിരിക്കുന്നുവോ ആ ദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേദങ്ങൾക്ക് പരമാരാധ്യയാണ് ആത്മതത്വമായ ദേവി. അതോടൊപ്പം തന്നെ ദേവിയുടെ തത്വത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ വേദങ്ങൾ വെളിവാക്കുന്നുള്ളൂ എന്നുമാണ് ഈ നാമം കാണിക്കുന്നത്. അടുത്തത് സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക. ഇവിടെയും വേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സകല ആഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക. ആഗമങ്ങൾ എന്ന് വെച്ചാൽ വേദങ്ങൾ, സന്തോഹം എന്ന് വെച്ചാൽ കൂട്ടം, ശുക്തി എന്ന് വെച്ചാൽ ചിപ്പി, മൗക്തികം എന്ന് വെച്ചാൽ മുത്ത്. അതായത് ശാസ്ത്രങ്ങൾ, വേദങ്ങൾ ചേർത്തുണ്ടാക്കിയ ചിപ്പിയിൽ തൻ്റെ നാസാഭരണമായ മുത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ദേവി. ഇവിടെ ഈ നാമം കാണിക്കുന്നത് ദേവിയുടെ അനന്ത സ്വരൂപത്തെയും ശാസ്ത്രങ്ങളുടെ അഥവാ വേദങ്ങളുടെ പരിമിതിയെയുമാണ് കാണിക്കുന്നത്. അതാണ് സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക. അടുത്തത് പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി. പുരുഷാർത്ഥപ്രദ അതായത് പുരുഷാർത്ഥങ്ങളെ നൽകുന്ന ദേവിയാണ് പുരുഷാർത്ഥങ്ങളെ നൽകുന്നത്. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. അടുത്തത് പുരുഷാർത്ഥപ്രദ പൂർണ്ണയായ ദേവിക്ക് ക്ഷയവൃദ്ധികൾ ഒന്നും തന്നെ ഇല്ല. അടുത്തത് ഭോഗിനി ഭുവനേശ്വരി. ഭോഗിനി അതായത് സുഖം അനുഭവിക്കുന്ന ദേവി, അതാണ് ഭോഗിനി. അടുത്തത് ഭുവനേശ്വരി, ഭുവനേശ്വരിയായ ദേവി. ഈ 14 ലോകങ്ങൾക്കും ശക്തിയായിട്ടുള്ള ഈശ്വരിയായ ദേവി, അതാണ് ഭുവനേശ്വരി. അടുത്തത് അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത. അംബിക അതായത് ദേവി ജഗത് മാതാവാണ്. ബ്രഹ്മാവിന് പോലും അമ്മയാണ് ദേവി. അതിനാണ് അംബിക എന്ന് പറയുന്നത്. അടുത്തത് അനാദിനിധന അതായത് ആദിയും അന്തവും ഇല്ലാത്ത ദേവി, അതാണ് അനാദിനിധന. അടുത്തത് ഹരിബ്രഹ്മേന്ദ്ര സേവിത. ഹരി, ബ്രഹ്മ, ഇന്ദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരാൽ സേവിക്കപ്പെടുന്ന ദേവി. അത് പറയുന്നത് ശ്രീചക്ര നഗരത്തിൽ ദേവി വസിക്കുന്ന ചിന്താമണി ഗൃഹത്തെ ചുറ്റിയുള്ള പ്രാകാരങ്ങളിൽ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ദിക്പാലകന്മാരായി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് വർത്തിക്കുന്നു എന്ന് പറയുന്നു. അതാണ് ഹരി ബ്രഹ്മേന്ദ്ര സേവിത. അടുത്തത് നാരായണീ നാദരൂപ നാമരൂപ വിവർജിത. നാരായണ സഹോദരിയായതുകൊണ്ട് നാരായണി എന്ന് പറയുന്നു. നാദരൂപ നാദസ്വരൂപിണിയായ ദേവി, അതായത് ശബ്ദസ്വരൂപിണിയായ ദേവി. ശുദ്ധബോധത്തിൽ നിന്നുദിക്കുന്ന ദിവ്യശക്തിയാണ് ശബ്ദം, അത് ദേവീ സ്വരൂപമാണ് എന്ന് പറയുന്നു. അടുത്തത് നാമരൂപ വിവർജിത. അതായത് നാമരൂപങ്ങൾക്കും അതീതമാണ് ദേവി. നാമരൂപങ്ങളില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ദേവി. അടുത്തത് ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത. ഹ്രീംകാരി, ഹ്രീം എന്ന അക്ഷരത്തിൻ്റെ രൂപത്തിലുള്ള ദേവി. ഹ്രീം എന്ന അക്ഷരത്തിൽ ഹ സൃഷ്ടിയെയും, ര സംഹാരത്തെയും, ഈ സ്ഥിതിയെയും, മ എന്ന ബിന്ദു ഇവ മൂന്നിൻ്റെയും നിയാമക ശക്തിയെയും കുറിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ശക്തിയെയാണ് ഹ്രീം എന്ന മന്ത്രം കാണിക്കുന്നത്. അടുത്തത് ഹ്രീമതി എന്നാൽ ലജ്ജാശീലയായ ദേവി. അടുത്തത് ഹൃദ്യ, ഹൃദയത്തിൽ വസിക്കുന്ന ദേവി. മറ്റൊരർത്ഥം രമണീയ എന്നുമുണ്ട്. അടുത്തത് ഹേയോപാദേയ വർജിത, അതായത് ഹേയം ഉപാദേയം. ഹേയം എന്നാൽ ഉപേക്ഷിക്കേണ്ടത്, ഉപാദേയം എന്ന് വെച്ചാൽ സ്വീകരിക്കേണ്ടത്.
അതായത് ഉപേക്ഷിക്കേണ്ടതോ സ്വീകരിക്കേണ്ടതോ ആയി ഒന്നുമില്ലാത്ത ദേവി. അതാണ് ഹേയോപാധേയ വർജിത. എല്ലാവർക്കും ഒരുവിധമെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.